ട്രംപിന് എങ്ങനെയെങ്കിലും ഇറാൻ യുദ്ധത്തിൽ നിന്ന് തലയൂരിയാൽ മതി എന്നായി. ട്രംപ് നിർബന്ധിത വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പാകിസ്ഥാനെ മധ്യസ്ഥത വഹിക്കാനായി കൊണ്ടുവന്നു. പാകിസ്ഥാനാണെങ്കിൽ മധ്യസ്ഥത വഹിച്ച് ഇപ്പോൾ പാകിസ്ഥാന് അന്നം പോലും ഇല്ലാത്ത ഗതിയിൽ പാകിസ്ഥാൻ എത്തി നിൽക്കുകയാണ്. ഇറാൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും യുദ്ധം പുനരാരംഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ട്രംപിന്റെ മാസ്റ്റർ പ്ലാൻ ഇറാനെ തകർക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ മുഴുവൻ എഴുതുന്നത്. ഇറാനെതിരെ ചെറുതെങ്കിലും, അതായത് ചെറുതായ പക്ഷേ മാരകമായിട്ടുള്ള ഒരു ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകും. US നാവികസേന വീണ്ടും യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. US സെൻട്രൽ കമാൻഡന്റ് സെന്റ്കോം സോഷ്യൽ മീഡിയയിൽ ചില ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അവർ നൽകിയിട്ടുണ്ട്. ഈ വിവരം അനുസരിച്ച് അമേരിക്ക മധ്യേഷ്യയിലേക്ക് തങ്ങളുടെ നാവിക കപ്പലുകൾ വിന്യസിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ കപ്പലുകൾക്ക് ദീർഘനേരം കടലിൽ തന്നെ തുടരുന്നതിന് വലിയ അളവിൽ ഇന്ധനം, ഭക്ഷണം, പാനീയങ്ങൾ, ആധുനിക ആയുധങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ അവയിൽ കയറ്റുന്നു. പ്രത്യേകിച്ച് ശക്തമായ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആയിട്ടുള്ള USS ഡെൽബർട്ട് ഡി ബ്ലേക്ക് എന്ന കപ്പലിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും വിഭവങ്ങളും നിറയ്ക്കുന്ന ജോലികൾ പൂർണ്ണ തോതിൽ നടക്കുന്നുണ്ട്. അതിനാൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ അവർ തയ്യാറാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ വെച്ച് സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാനെതിരായ ആക്രമണത്തിനുള്ള വിവിധ ഓപ്ഷനുകൾ ഈ യോഗത്തിൽ അവതരിപ്പിച്ചു. ട്രംപ് ആക്രമിക്കാൻ തീരുമാനിച്ചാൽ ഇറാന്റെ സൈനിക ശക്തിക്കും അതിന്റെ നേതാക്കൾക്കും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ചെറുതെങ്കിലും വളരെ ശക്തമായ ഒരു ആക്രമണം നടത്താൻ കഴിയും. ഡാർക്ക് ഈഗിൾ പോലുള്ള അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഉപയോഗവും ഈ ഓപ്പറേഷനിൽ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. വെടിനിർത്തലിന്റെ മറവിൽ ഇറാൻ ആയുധങ്ങൾ വാങ്ങി പരിശീലനം നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക അടക്കം ആരോപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.